എനിക്കിപ്പോ അറിയണം. നിങ്ങൾക്ക് ഇതിന്റെ കഥ എന്താണെന്നറിയോ? ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? ഈ ധ്യാൻ എന്നെ വിളിച്ചൊരു സിനിമയിൽ അഭിനയിപ്പിച്ചു. ഞാനാ? ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ പറയണേ. എന്റെ പൊന്നിയേട്ടാ, എനിക്ക് അറിയത്തില്ല എന്ന്. ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. ഇല്ല വീണേ, നിന്നെ കൊണ്ട് പറ്റും. നീ നിന്റെ സ്വഭാവം ഒന്ന് കാണിച്ചാ മതിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചത് പെട്ടിയിലായിട്ട് ഒരു വർഷം. ആരെങ്കിലും ഒരാള് പറ കോറസ് പണ്ട് എനിക്ക് ഇഷ്ടമല്ല. ക്യൂവിൽ നിൽക്കാൻ അടുത്ത വർഷം റിലീസാവും. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്ക് അറിയാൻ പാടില്ല, എത്ര കാലമായി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന. അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നു? ഞാനിവിടെ എന്തിനും തയ്യാറായി നിൽപ്പില്ലേ? രണ്ട് കാലം ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. ഈ ധ്യാൻ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും വന്നിരുന്ന് പറയുന്നേ, എല്ലാ ആഴ്ചയും ധ്യാൻ ഇന്റർവ്യൂ തരുന്നു, ധ്യാൻ ഇന്റർവ്യൂ കൊണ്ട് ഇന്റർനെറ്റ് നിറയുന്നു എന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ മറ്റേ മഴ പെയ്യുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കണം വല്ലപ്പോഴും ഒന്ന് കിട്ടാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി പേരാ. ഊണ് കഴിച്ച് കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. കിട്ടാനുള്ളൊരു ദിവസം വന്നപ്പോഴോ ധ്യാനം ഉറങ്ങാൻ പോയെന്ന്. ഇന്നാണെങ്കിൽ മഴയുണ്ട്. അതെ, വ്യാഴാമ്പല് കാത്തിരിക്കുകയായിരുന്നു. എന്താ ഈ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത്? ഇതേതായി കണ്ണട? ഇവിടെ കടന്നു കിട്ടിയതാ. കളയടാ അതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യടാ. അല്ല, ഇത് സ്വന്തം തന്നെ. ഇത് ബ്രാൻഡ് എല്ലാം തോന്നും, പക്ഷെ ഇത് പുതിയ ബ്രാൻഡാണ്. അവര് ആദ്യം എന്നിൽ പരീക്ഷിച്ചാണ്. എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഇന്റർവ്യൂ ഇറ്റായി കഴിഞ്ഞ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകീന്ന് ആക്കിയൊരു ഇളി ഉണ്ടല്ലോ, അതുണ്ടോന്ന് നോക്കിയതാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.